السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أكمل خلق الله وعلى آله وصحبه الفائزين برضا الله، أما بعد. وعن عمر بن الخطاب رضي الله عنه قال: قدم رسول الله صلى الله عليه وسلم بالصبي، فإذا امرأة من الصبي تسعى إذ وجدت صبيا في الصبي أخذته فألزقته ببطنها فأرضعته، فقال رسول الله صلى الله عليه وسلم: أترون هذه المرأة طارحة ولدها في النار؟ قلنا: لا والله. فقال: الله أرحم بعباده من هذه بولدها. മുത്തഫഖുൻ അലൈഹി ആയ ഒരു ഹദീസ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. മഹാനുഭാവൻ പറയുന്നു: ഖദിമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസബീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പാകെ കുറെ യുദ്ധത്തടവുകാരെ ഹാജരാക്കുകയുണ്ടായി. അവരിൽപ്പെട്ട ഒരു സ്ത്രീ ഓടി നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ തടവുകാർക്കിടയിൽ ഒരു കുട്ടിയെ കണ്ടപ്പോൾ ആ സ്ത്രീ അതിനെ എടുത്ത് മാറോടണച്ച് മുല കൊടുത്തു തുടങ്ങി. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു: അതുറൗന ഹാദിഹിൽ മർഅത ത്വാരിഹത്തൻ വലദഹാ ഫിന്നാർ, ഈ സ്ത്രീ തന്റെ കുട്ടിയെ തീയിലിടുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഖുൽനാ, ഞങ്ങൾ പറഞ്ഞു: ലാ വല്ലാഹ്, അല്ലാഹുവിനെ തന്നെ സത്യം, ഇല്ല. ഫഖാൽ, അപ്പോൾ അവിടുന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: അല്ലാഹു അർഹമു ബിഇബാദിഹി മിൻ ഹാദിഹി ബിവലദിഹാ, ഈ സ്ത്രീക്ക് തന്റെ കുട്ടിയോടുള്ളതിനേക്കാൾ വാത്സല്യം അല്ലാഹുവിന് തന്റെ അടിമകളോടുണ്ട്. ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നു, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഉപമയിലൂടെ അപ്പോൾ കണ്ട ഒരു കാഴ്ച, ആ കാഴ്ചയിലൂടെ തന്റെ സ്വഹാബത്തിന് അടിമകളോടുള്ള റബ്ബിന്റെ സ്നേഹം, മുരീദന്മാരോട് ഷെയ്ഖിനുള്ള സ്നേഹം വിവരിച്ചു കൊടുക്കുകയാണ്. അതായത് യുദ്ധത്തടവുകാർക്കിടയിൽ, യുദ്ധത്തടവുകാർ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വിഭാഗത്തെ മറുവിഭാഗം പിടിച്ചു വെക്കുകയാണ്. സ്വാഭാവികമായും വേദനയായിരിക്കും, വിഷമമായിരിക്കും, മറ്റുള്ളവന്റെ ബന്ധനത്തിലാണ് ഇവൻ ഉള്ളത്. പക്ഷെ അതൊന്നും കാര്യമാക്കാതെ താൻ പിടിക്കപ്പെട്ടിരിക്കുകയാണ്, ബന്ധനസ്ഥയാക്കപ്പെട്ടിരിക്കുകയാണ് എന്നൊന്നും ശ്രദ്ധിക്കാതെ ഒരു പെണ്ണ് ഓടി നടക്കുന്നു. അവൾക്ക് വേണ്ടത് തന്റെ കുട്ടിയാണ്, അവൾക്ക് വേണ്ടത് തന്റെ പൊന്നുമോനാണ്. ആ പൊന്നുമോനെ അല്ലെങ്കിൽ പൊന്നുമോളെ തെരഞ്ഞു നടക്കുകയാണ് ആ ഉമ്മ. കണ്ടെത്തുമ്പോ മാറോടണച്ച് ചേർത്ത് പിടിക്കുകയാണ്. ഉമ്മ നോക്കുന്നത് കുട്ടിയിലേക്ക് മാത്രമാണ്, പരിസരങ്ങളിലേക്കല്ല. എന്നിട്ട് ആ കുട്ടിക്ക് വേണ്ടത് നൽകുന്നു, മാറോടണച്ചു പിടിച്ചുകൊണ്ട് ആ കുട്ടിക്ക് വേണ്ടത് നൽകുന്നു, ആ കുട്ടിയെ റാഹത്താക്കുന്നു. ആ ഉമ്മയുടെ ശ്രദ്ധ മുഴുവൻ കുട്ടിയുടെ സന്തോഷത്തിലാണ്. ഒരു ഷെയ്ഖിന്റെ ശ്രദ്ധയും മുരീദന്മാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ലേ? അതാണ് മുരീദ് സ്നേഹിക്കപ്പെടുന്നുണ്ട്, അത് അറിയാതെ പോകരുത്. നമ്മെ സ്നേഹിക്കുന്ന ഒരു റബ്ബ് നമ്മുടെ കൂടെയുണ്ട്. ആ റബ്ബിന്റെ പൊരുത്തം അല്ലാഹു നമുക്ക് നൽകട്ടെ, ആ ഷെയ്ഖിന്റെ പൊരുത്തം അല്ലാഹു നമുക്ക് നൽകട്ടെ. റബ്ബിന്റെയും റസൂലിന്റെയും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മശായിഖന്മാരുടെയും ഒക്കെ പൊരുത്തം നേടിയെടുക്കുന്നവരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.